everybody has different reasons why they chose CA. Correct. I was an accidental chartered accountant. I never planned to become a chartered accountant. നമ്മൾ വന്നിട്ട് ഒന്നിനെയും പേടിക്കരുത്, എല്ലാത്തിനെയും നമ്മളൊന്ന് ഓപ്പർച്യൂണിറ്റിയെ കൺവേർട്ട് ചെയ്യുക. ആസ് ഐ സെഡ്, ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് ഓർ ഫണ്ടമെന്റൽ ഓഡിറ്റ് will not change. Compliance is not going to go away. Regulations are here to stay. Your principal was furious. He wanted to give ലീഗലായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ പോകണമെന്ന് വരെ തീരുമാനിച്ചു. കാരണം നമ്മൾക്കൊക്കെ അത്ര ഫ്യൂരിയസ് ആയിരുന്നു. ഈ ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്ന പാർട്ട് ഓഫ് ദിസ് ജേർണി നിറയെ സ്റ്റുഡൻസ് വന്ന് ഇത് കമ്പർസമായിട്ടാണ് അവർ നോക്കുന്നത്. അതിൻ്റെ റീസൺസ് എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മളും ആ ജേർണി പാസ് ഔട്ട് ആയതാണ്. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ലേണിങ്സ് ആണ് ദാറ്റ് മേക്സ് യു a 360-degree rounded professional. Doing in a rural area or a semi-urban area, probably Palakkad is a semi-urban area. Maybe the number of zeros in the balance sheet will be lesser. Correct. But nevertheless, the exposure that you get will be fantastic is what I feel. What is your take on? You talk slower. When you talk slower, you get more time to construct your thoughts and We can think and talk. We can think and talk. അവസരപ്പെടേണ്ട കാര്യമൊന്നുമില്ലേ? ഇനി എക്സാം എഴുതേണ്ട കാര്യമില്ല. 10 മാർക്ക് കൂടി താണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ നാളെ മുതൽ വർക്കിന് പോകാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രിൻസിപ്പലിനെ വിളിച്ചപ്പോഴാണ് എൻ്റെ പ്രിൻസിപ്പൽ പറഞ്ഞത്, അങ്ങനെ തോൽവി ഏറ്റു വരുന്ന ഒരു സ്റ്റുഡൻറ്റ് എൻ്റെ സ്റ്റുഡൻ്റ് അല്ല. Hello everyone, myself Rajeev Ramanath, practicing chartered accountant and promoter of Transparent Academy. Today we have a special guest in the Career Talk podcast of our academy. He is a chartered accountant, but what makes him special is he is someone who did his entire schooling in our very own district of Palakkad, and he did his college here, in fact his pre-degree here, his articleship in Palakkad, and then he moved out of Palakkad and has achieved great heights in his profession. Right now, he is the CFO of SNR Trust, Coimbatore, which is managing the famous Sri Ramakrishna Hospital. So today with us we have our chartered accountant and guest for today, CA Seshadri. Thank you, Rajeev. Thank you, Rajeev. Yes. Happy to be here. So it's a privilege for us that Seshadri is here. അപ്പോൾ ശേഷാദ്രി നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ഞങ്ങൾ ഒന്നിച്ച് സ്കൂൾ മുതൽ പരിചയമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ശേഷാദ്രിയുടെ ജേർണീനെ ഒരു പരിധി വരെ ഞാൻ നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ ഫെൽറ്റ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് പീപ്പിൾ ഗെറ്റ് ടു നോ യുവർ എക്സ്പീരിയൻസ് ആസ് വെൽ. യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്നത് CA പ്രൊഫഷനെ കുറിച്ച് തുടങ്ങാം. ഐ മീൻ നമ്മുടെ കോഴ്സിനെ കുറിച്ച് തുടങ്ങാം. എന്തുകൊണ്ട് CA എടുത്തു? What prompted you to, what was, everybody has different reasons why they chose CA. Correct. I was an accidental chartered accountant. I never planned to become a chartered accountant. But what about you? Yes. So എൻ്റെ കേസിലും ടു സം എക്സ്റ്റെൻറ്റ് ഒരു ആക്സിഡൻ്റൽ ചാർട്ടർ അക്കൗണ്ടന്റ് തന്നെയാണ്. ബിക്കോസ് ഞാൻ പഠിക്കുമ്പോൾ ഐ ആക്ച്വലി വാണ്ടഡ് ടു ഡു ലോ. ഐ ആക്ച്വലി വാണ്ടഡ് ടു ബി എ ലോയർ. അതിൻ്റെ ഒരു പാർട്ട് ഓഫ് ദ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കരമായിട്ട് ആർഗ്യൂ ചെയ്യും. അത് രാജുവിനും അറിയാം, അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. സോ അമ്മ തമാശ പറയും, ഇങ്ങനെ പോകുകയാണെങ്കിൽ വക്കീലിന് പഠിക്കാം, ഇങ്ങനെ എല്ലാ 90-നും ആർഗ്യൂ ആണെങ്കിൽ വക്കീലിന് പഠിക്കാമെന്നായിരുന്നു. പിന്നെ എന്തായെന്ന് പറഞ്ഞാൽ ഈ വക്കീൽ പ്രൊഫഷനെ കുറിച്ച് കുറച്ചുകൂടി അറിയുമ്പോൾ ഐ ഫെൽ പ്രോബബ്ലി അതിൽ ഞാനൊരു ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ ആയിരിക്കുമോ, ഇൻ ദ സെൻസ് നമ്മൾ അതിൽ സക്സീഡ് ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഫിറ്റ് ആവില്ല എന്നൊരു ഡൗട്ട് വന്നു. Then ഏട്ടൻ വാസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. സോ ഞാൻ ഏട്ടനോടും കൺസൾട്ട് ചെയ്തപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഓക്കെ എന്താണെന്ന് ഒരു കാര്യം ചെയ്യും, ഐ ഡോണ്ട് ലുക്ക് അറ്റ് CA ആസ് എൻ ഓപ്ഷൻ. എനിക്ക് എന്തായിരുന്നു പ്രശ്നം, CA എടുക്കുമ്പോൾ എസ്പെഷ്യലി വെൻ യു ഹാവ് എ ബ്രദർ ഹു ഇസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഒരു കമ്പാരിസൺ വരുമോ, ദാറ്റ് വാസ് മൈ ബിഗ്ഗസ്റ്റ് വറി. കാരണം എന്ത് ചെയ്താലും ഏട്ടന്മാരി വരില്ല എന്നുള്ളൊരു നമുക്കൊരു. പക്ഷെ ഞാൻ ആ കോഴ്സ് നോക്കിയപ്പോൾ ഐ തോട്ട് പ്രോബബ്ലി ഇതായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അങ്ങനെയാണ് അത് എടുത്തത്. സോ ഇറ്റ് വാസ് partially set of facts, partially accidental. Okay, wonderful. So but adu eduthu CA aaya shesham how do you see that decision that you decided to choose CA as your career? ഒരിക്കലും അതിനെക്കുറിച്ച് ഞാൻ 1%, not even 1% അല്ല, 0.01% കൂടി ഞാൻ ഒരിക്കലും അതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്തിട്ടില്ല. ഇറ്റ് ഹാസ് ബീൻ, കോഴ്സ് വാസ് ഫുൾഫില്ലിംഗ്. ആൻഡ് അതിനുശേഷം ദൈവം സഹായിച്ച് വന്ന ജേർണി, പ്രൊഫഷണൽ ജേർണി ദാറ്റ് ഐ ഹാവ് ഹാഡ് has been fulfilling. ആ ജേർണിയിൽ നെറ്റ്വർക്ക് ചെയ്ത് ഇപ്പോഴും ഞാൻ ടച്ചിലുള്ള ആൾക്കാർ ഓൾസോ ഹാവ് ബീൻ റിയലി ബീൻ പീപ്പിൾ ഹു ഹാവ് ലൈക്ക് മൈൻഡഡ് ആൻഡ് ഹു ഹാവ് ഇൻസ്പയർഡ് മീ
to greater heights. So starting from my articleship boss മുതൽ ഇന്ന് വരെ ഞാൻ ടച്ചിലുള്ള ഒരു വിരളം ചില പ്രൊഫഷണൽ ഫ്രണ്ട്സേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് ലൈക്ക് എനിക്ക് 50 പേരൊന്നുമില്ല, ഒരു വിരലിൽ എണ്ണുന്ന കുറവാണ്, 10-നെക്കാട്ടും കുറവാണ്. പക്ഷെ ആ 8 പേർ ആർ പീപ്പിൾ ഹൂം ഐ സ്റ്റിൽ ആം ഇൻ ടച്ച് വിത്ത്. പല പല രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ്. സോ I've had a fantastic journey. No regrets. And people ഇന്നും എന്താ പറയുക, if there are people who are still undecided, ഇത് നല്ലൊരു കരിയർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ it is definitely worthwhile. I understand. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ ആള് CA ചൂസ് ചെയ്യാൻ ഓരോ കാരണമായിരിക്കും. പക്ഷെ CA ചൂസ് ചെയ്ത ശേഷം ഈ എല്ലാവരും ക്യാരി ചെയ്യുന്ന ഒരു സ്പിരിറ്റ്, ഒരു ഫയർ ഉണ്ട്. ദാറ്റ് ഈസ് വെരി കോമൺ എമംഗ് ദിസ് കമ്മ്യൂണിറ്റി. 100%. ഇതിൽ ഏറ്റവും വലിയ ബ്യൂട്ടി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ, ഇവിടെ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ ചുറ്റിലും അല്ലെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ, CA പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർ ചിലപ്പോൾ 1-2 തവണയൊക്കെ പരീക്ഷ തോറ്റിട്ടുണ്ടാവും. എന്നാൽ പോലും അവർ ഫൈറ്റ് ചെയ്യുമെന്നല്ലാതെ പ്രൊഫഷനെ ഒരു പ്രാവശ്യം പോലും ശരിയല്ല എന്ന് പറഞ്ഞ് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രൊഫഷന്റെ ഒരു പ്രത്യേകതയാണ്. അതാണ് ആ ഒരു യൂണിറ്റി, അതിലോട് ഒരു കമ്മിറ്റ്മെന്റ്, ആ സ്പിരിറ്റ് ഈ പ്രൊഫഷൻ ഉള്ളത്ര ഒരു സ്പിരിറ്റ് മറ്റൊരു പ്രൊഫഷൻ ഐ റിയലി ഡൗട്ട് ഇല്ല. ഇത്രയ്ക്കും ഒരു സ്കൂളോ കോളേജോ അറ്റ്മോസ്ഫിയർ ഒന്നും ഇല്ല അങ്ങനെ ഒരു സ്പിരിറ്റ് വരാൻ. പക്ഷെ there is something that is there in this profession which keeps us a thing. And as you rightly said, I am being a chartered accountant. എനിക്ക് ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഭൂരിഭാഗം റെക്കഗ്നിഷനും നമ്മുടെ പേരിന് മുമ്പിൽ ആ CA എന്നുള്ള ടാഗ് ഉള്ളത്. രാജീവ് എന്നുള്ള വ്യക്തിനെക്കാട്ടിലും CA രാജീവ് ഉള്ളതിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ, അല്ലെങ്കിൽ വാല്യൂ ഇല്ല. So it's definitely undoubtedly one of the best professions that we can actually choose. ഇതല്ലാതെ we did CA together. I mean, probably you started little early. And I have to tell this to the viewers. Seshadri is one of the most brilliant academic person I have seen in this particular field. എനിക്ക് പറയുന്നത് നല്ല കാര്യമാണെന്ന് പറയുന്നത്, there's nothing to be feel bad about it. In front of Seshadri I will say, somebody, നമ്മളൊക്കെ as a student, he is somebody we used to look up to. നമുക്ക് അനുകരിക്കാൻ പറ്റില്ല, കാരണം അങ്ങനെ ആവാൻ പറ്റില്ല. നമ്മളെല്ലാവരും മോശമില്ലാണ്ട് പഠിക്കുകയാണെങ്കിൽ ശേഷാദ്രിമാർ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ശേഷാദ്രി വളരെ കംഫർട്ടബിൾ ആയിട്ട്, ഇത് തീർച്ചയായിട്ടും സ്റ്റുഡൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഫേസ് ആണിത്. കംഫർട്ടബിൾ ആയിട്ട് CA ഫൗണ്ടേഷൻ പഠിച്ചു പാസ്സായി. അതിനുശേഷം കോളേജിൽ പോയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫസ്റ്റ് ഇയർ പോയി, ഫൗണ്ടേഷൻ പാസ്സായ ഉടനെ ക്വിറ്റ് ചെയ്ത് ആർട്ടിക്കൽഷിപ്പ് ജോയിൻ ചെയ്ത് ഇന്റർമീഡിയറ്റ് എഴുതി വളരെ കംഫർട്ടബിൾ ആയിട്ട് CA ഇന്റർമീഡിയറ്റ് പാസ്സായി. CA ഫൈനൽ പാസ്സാവുന്ന സമയത്ത്, CA ഫൈനൽ എഴുതാൻ പോകുന്ന സമയത്ത്, ഇത് ശേഷാദ്രിയുടെ ഒരു ബ്രില്യൻസ് അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഡെപ്ത് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഈ പ്രദേശത്തൊക്കെ വളരെ ഫേമസ് ആയിരുന്നു ആ സമയത്ത്. അത് ഞാൻ പറയാതെ പറ്റില്ല. സാധാരണ എല്ലാവർക്കും കിട്ടുന്ന ഒരു അംഗീകാരമല്ല അത്. അത്രയും അക്കാഡമിക് ബ്രില്യൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് ശേഷാദ്രി CA ഫൈനൽ പാസ്സാവുമ്പോൾ റാങ്കോട് കൂടിയായിരിക്കും പാസ്സാവുക എന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇന്നാണ് ഞാൻ ഈ പോഡ്കാസ്റ്റിന് മുമ്പ് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്, ശേഷാദ്രി ഉൾപ്പെടെ ഒരു റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആ സമയത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. I never knew, we never talked about it. പക്ഷെ ഞങ്ങൾ എല്ലാവരും, നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും ശേഷാദ്രി ഒരു ഓൾ ഇന്ത്യ റാങ്ക് ഹോൾഡർ ആയിരിക്കും എന്നുള്ള ഒരു തോട്ട് പാലക്കാടിലുള്ള സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിയിലും CA കമ്മ്യൂണിറ്റിയിലും ഒരു ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അതൊന്നും എല്ലാവർക്കും കിട്ടുന്ന ഒരു അംഗീകാരം അല്ല കേട്ടോ. ദാറ്റ് ഈസ് സംതിങ് വെരി ഫ്യൂ പീപ്പിൾ ഗെറ്റ് ദാറ്റ്. ആൻഡ് പോയി പരീക്ഷ എഴുതി CAയിൽ ഓൾ ഇന്ത്യ റാങ്ക് കിട്ടണം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തി പരീക്ഷ എഴുതി തോറ്റു. What a shock. It was not a personal shock, it was shock for everybody around. And I remember vividly that your principal was furious. He wanted to give a legal ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ പോകണമെന്ന് വരെ തീരുമാനിച്ചു. കാരണം നമ്മൾക്കൊക്കെ അത്ര ഫ്യൂറിയസ് ആയിരുന്നു. But you took it in a very calm and composed manner. അതിനുശേഷം the next attempt you went and wrote, and then you became a chartered accountant. ബട്ട് ഇതിലൊരു ഏറ്റവും ബ്യൂട്ടി എന്താ വെച്ചാൽ, റാങ്ക് ആഗ്രഹിച്ച് പഠിച്ചു, എല്ലാ സബ്ജക്റ്റിലും നല്ല മാർക്ക് ഉണ്ടായിരുന്നു, ഒരൊറ്റ സബ്ജക്റ്റിലാണ് തോറ്റത്. അത് ശേഷാദ്രിയുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സബ്ജക്റ്റായ അക്കൗണ്ട്സിൽ, അതും 26 മാർക്കോട് കൂടിയൊക്കെയാണ് തോറ്റത്. അത് ഭയങ്കര ഒരു ഷോക്കാണ്. ബട്ട് ഐ വാണ്ട് യു ടു ആക്ച്വലി ടെൽ ടു അവർ വ്യൂവേഴ്സ്, സ്റ്റുഡൻസ്, because I will tell you one thing, this whatever he is going to say, whatever we learned from that, it is not only an advice or a lesson for the students, it is a life lesson
which we are going to learn. Shesh, I think it's your Definitely. So, രാജീവ് പറഞ്ഞത് രാജീവ് കൃത്യമായിട്ട് അത് ജേർണി നന്നായി കവർ ചെയ്യാൻ പറ്റി. ബിക്കോസ് ഒബ്വിയസ്ലി while he was a little behind me in terms of the year, because he was first year, he was 1 year junior to me, പറഞ്ഞ journey was accurate. സോ എനിക്ക് എപ്പോഴും എന്താ തോന്നിയിരിക്കുന്നത് പറഞ്ഞാൽ CA എനിക്കൊരു നിമിത്തമായിട്ടാണ് എനിക്ക് ഫസ്റ്റ് എപ്പോഴും തോന്നിയിരിക്കുന്നത്. കാരണം CA ഫൗണ്ടേഷൻ എഴുതുമ്പോഴും ഞാൻ ആക്ച്വലി നല്ല പ്രിപ്പറേഷനിലായിരുന്നില്ല, എസ്പെഷ്യലി മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ബിക്കോസ് അതൊരു അന്ന് 50-100 മാർക്കിൻ്റെ പേപ്പറാണ്. അത് നമുക്കാണെങ്കിൽ മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും അത്രയ്ക്ക് സ്ട്രോങ് അല്ല. അത് പേടിച്ചിട്ടാണല്ലോ നമ്മൾ കോമേഴ്സിൽ അത് പേടിച്ചിട്ടാണ് നമ്മൾ കോമേഴ്സ് എടുത്തത് തന്നെ, അല്ലേ? അപ്പോൾ അത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് യുനോ എല്ലാവർക്കും ഒരു ബ്ലാക്ക് മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള ഗവൺമെൻറ് ആണ്. ഒരു 6 മാസത്തേക്ക് എല്ലാ ഗവൺമെൻറ് എംപ്ലോയീസും സ്ട്രൈക്കിൽ പോയി. ആ സമയത്താണ് ഞാൻ CA ഫൗണ്ടേഷൻ്റെ വൃത്തിയായി പഠിക്കാൻ തുടങ്ങിയത്. സോ അതാ പറഞ്ഞത്, നിമിത്തമാണെന്ന് പറയില്ലേ. സോ ആ സമയത്ത് എനിക്ക് കറക്റ്റായിട്ടൊരു ട്യൂഷൻ ടീച്ചറെ കിട്ടി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ താരേക്കാട്, ഒരു ട്യൂഷൻ ടീച്ചറെ കിട്ടി ഫോർ മാത്സ് ഇൻ എല്ലൻപുരം. അങ്ങനെയാണ് ഞാൻ ഫൗണ്ടേഷൻ പാസ്. അത് പാസ്സായപ്പോൾ ആണ് ഒരു കോൺഫിഡൻസ് കിട്ടിയത്. യെസ്, ഈ കോഴ്സാണ്, ഇതാണ് നമുക്ക് വിധിച്ചിട്ടുള്ള കോഴ്സാണെന്ന് നമ്മൾ നിമിത്തം എന്നൊക്കെ പറയില്ലേ എന്ന് ഫീൽ ചെയ്തത് ആ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്തപ്പോഴാണ്. ആ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്തിട്ട് അന്ന് ഫൗണ്ടേഷനൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ എന്താ പറയുക റാങ്കിനൊന്നും പ്രിപ്പയർ ഒന്നും ചെയ്തൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നന്നായി എഴുതി. അക്കൗണ്ട്സ് നല്ല എനിക്ക് സ്ട്രോങ് ആയിരുന്നു. ലോ ആ ഫൗണ്ടേഷന് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് തിരിച്ചും ആ അഫിനിറ്റി ടു ലോ കെയിം ബാക്ക്. ഓക്കെ, ബിക്കോസ് എനിക്ക് ആ ലോയിലുള്ള അഫിനിറ്റി എനിക്ക് പോയിട്ടില്ല. സോ ലോ ഇസ് വൺ പേപ്പർ വേർ ഐ എം പ്രൗഡ് ടു സേ, ഈവൻ ദോ ഐ എം നോട്ട് എ ലോയർ, 3 സ്റ്റേജ് ഓഫ് CA, ഇന്റർ ഫൗണ്ടേഷൻ, ഇന്റർ ആൻഡ് ഫൈനൽ. 3 സ്റ്റേജിൽ ഞാൻ എക്സംഷൻ കുറവ് മേടിച്ചിട്ടേ ഇല്ല. ഓക്കെ, സോ ഈവൻ ദോ ശേഷാദ്രി did not become a lawyer, the law never left me. The love for law never left. Okay. So law നല്ല മാർക്ക് സ്കോർ ചെയ്തു, മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സ് പാസ്സായി, നല്ല മാർക്കോടെ കൂടെ തന്നെ പാസ്സായി. അപ്പോൾ മാർക്ക് കണ്ടപ്പോൾ എല്ലാവരും ചോദിച്ചു റാങ്ക് നോക്കിയോ, അന്ന് റോൾ നമ്പർ തിരിച്ചിട്ട് നോക്കിയാലേ റാങ്ക് ഉണ്ടോ ഇല്ലയോ എന്നല്ല, ഉണ്ടായിരുന്നില്ല. He just let it go. അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ I think you missed by 15 marks or 9 marks or 9 marks I missed it. Okay. So 9 marks മിസ്സായി. അത് അത്ര വലിയ റിഗ്രറ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ദെൻ ഇന്റർ എഴുതുമ്പോഴും അഗെയിൻ എനിക്ക് എപ്പോഴും എൻ്റെ ഇന്റർ ആയാലും ഫൈനൽ ആയാലും എനിക്ക് എപ്പോഴും ഫസ്റ്റ് ഗ്രൂപ്പാണ് സ്ട്രോങ്ങർ ഗ്രൂപ്പ്. കാരണം അക്കൗണ്ട്സും ലോവും ഫസ്റ്റ് ഗ്രൂപ്പിലാണ്. സോ നമുക്ക് ഒബ്വിയസ്ലി സ്ട്രെങ്ത് ഉള്ള പേപ്പേഴ്സ് അവിടെയാണ്. സോ ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതി. ഫസ്റ്റ് ഗ്രൂപ്പ് വാസ് നോ ബ്രെയിനർ. സെക്കൻഡ് ഗ്രൂപ്പ് എഴുതിയപ്പോൾ എഗെയിൻ കോസ്റ്റിംഗ് വാസ് വെരി ഡിഫിക്കൽട്ട്. അന്ന് എന്തോ അത് ഒരു നമ്മൾ പറയില്ലേ, ചില എക്സാം നമ്മൾ എന്ത് എഴുതാലും അത് നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ കോസ്റ്റിംഗ് പാസ്സാവില്ല എന്ന് വിചാരിച്ചിട്ട് ആ എക്സാം ഇനി എക്സാം എഴുതേണ്ട കാര്യമില്ല, 10 മാർക്ക് കൂടി താണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ നാളെ മുതൽ വർക്കിന് പോകാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രിൻസിപ്പലിനെ വിളിച്ചപ്പോഴാണ് എൻ്റെ പ്രിൻസിപ്പൽ പറഞ്ഞത്, അങ്ങനെ തോൽവി ഏറ്റു വരുന്ന ഒരു സ്റ്റുഡൻറ്റ് എൻ്റെ സ്റ്റുഡൻ്റ് അല്ല, എഴുതിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ടാക്സും IT എഴുതിയത്. ഓക്കെ, എഴുതിയിട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ 190 ചില്ലാനം മാർക്കും സെക്കൻഡ് ഗ്രൂപ്പിൽ 160 ചില്ലാനം മാർക്കുമാണ്. കോസ്റ്റിംഗിൽ 50 കൂടുതൽ ഉണ്ട്. അപ്പം SR പറഞ്ഞു, നോക്ക് 50 കൂടുതൽ മേടിച്ചിട്ട് നീ ടാക്സും IT എഴുതാതെ ഇരുന്നതായിരിക്കും, നിനക്ക് എത്രത്തോളം സങ്കടം ഉണ്ടായിട്ടുണ്ടാവും. ഇതാണ് ഒരിക്കൽ ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ പാഠമില്ലേ. എനിക്ക് ഇവിടെയാണ് നമ്മുടെ പ്രിൻസിപ്പളുമായിട്ടുള്ള ബന്ധവും ആ പ്രിൻസിപ്പളുടെ നമ്മുടെ ലൈഫിലുള്ള ഇന്റർവെൻഷനും ശരിക്കും അറിയുന്നത്. എനിക്ക് ഐ ഓൾസോ ഹാഡ് എ വെരി സിമിലർ എക്സ്പീരിയൻസ്, ഐ ഹാവ് ടു ടെൽ യു. പക്ഷെ ഫൈനലിലായിരുന്നു എന്ന് മാത്രം. ഇതില് നമ്മൾ കുറച്ച് ഡയഗണലി ഓപ്പോസിറ്റ് ആണ് ഇൻ ടേംസ് ഓഫ് അവർ ചോയ്സ് ഓഫ് സബ്ജക്ട്സ്. നിങ്ങൾക്ക് സെക്കൻഡ് ഗ്രൂപ്പാണ് സ്ട്രോങ്. എനിക്ക് സെക്കൻഡ് ഗ്രൂപ്പാണ്. ഞാൻ കോസ്റ്റിംഗ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഭയങ്കര സ്ട്രോങ് ആണ്, അക്കൗണ്ട്സിൽ സ്ട്രോങ് ആണ്. പക്ഷെ തിയറി പേപ്പേഴ്സ് ആയ ലോ, ഓഡിറ്റിംഗ് അതുമാതിരി ഉള്ളത് എപ്പോഴും എനിക്കൊരു സസ്പെക്ട് പേപ്പേഴ്സ് ആണ്. ഐ മൈറ്റ് നോട്ട് ഡു എക്കണോമിക്സ്. ഐ വാസ് വെരി ഗുഡ്, ബട്ട് നോട്ട് ദീസ് ഓഡിറ്റ് ആൻഡ് ലോ ഇസ് നോട്ട് സംതിങ് ഓഫ് മൈ ടേസ്റ്റ്. ടാക്സ് ഓൾസോ ഓക്കെ. ബട്ട് അന്നും ഇതേമാതിരി ഞാൻ ലോ പേപ്പർ പേടിച്ചിട്ട് ഐ കോൾഡ് അപ്പ് മൈ പ്രിൻസിപ്പൽ ആൻഡ് ടോൾഡ് ഐ എം കമ്മിങ് ബാക്ക് ആൻഡ് റീജോയിനിങ് ആർട്ടിക്കിൾഷിപ്പ്. ലീവ് ഞാൻ ബ്രേക്ക് ചെയ്ത് ജോയിൻ പറഞ്ഞു. ഇതേമാതിരി ഒരു ഇന്റർവെൻഷൻ എന്റെ പ്രിൻസിപ്പൽ ഓക്കെ ജയരാജ് സാറ് ആ സമയത്ത് ഇന്റർഫിയർ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഐ വെന്റ് ആൻഡ് കണ്ടിന്യൂഡ് ആൻഡ് റോട്ട് ദ എക്സാം ആൻഡ് ഐ ക്ലിയർഡ് മൈ CA ഫൈനൽ ഇൻ ദ ഫസ്റ്റ് സെറ്റ്. Correct. And similar thing, I was very surprised to hear this incident. You're in his life also. ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത ബോസ്, നമ്മൾ ബോസും പ്രിൻസിപ്പലിനും സാറിനൊക്കെ വിളിക്കും. ആ പ്രിൻസിപ്പലിന്റെ ഇന്റർവെൻഷൻ ഭയങ്കര. ആൻഡ് ഐ നീഡ് ടു സ്പെസിഫിക്കലി ടെൽ SR എന്ന് പറയുന്നത് ഫോർ ഓൾ ദ വ്യൂവേഴ്സ് ഇസ് S. രാമചന്ദ്രൻ സാർ ഫ്രം പാലക്കാട്, വൺ ഓഫ് ദ മോസ്റ്റ് ചാമിങ്
ആൻഡ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് പാലക്കാടിൽ. ഇന്നും ആ യൂത്ത്ഫുൾനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന, എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു CA ആണ്. And I'm sure that you really cherish that 3 years of articleship under him. Beyond academics, he taught you a lot of lessons. Correct. അതെ, അതായത് SR എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈസ് ദ ഐഡിയൽ ടീച്ചർ എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരുന്നതിൻ്റെ വളരെ മിനിമം ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു തരുള്ളൂ. ബാക്കി ഹി എക്സ്പെക്ട്സ് യു ടു ലേൺ ഓൺ യുവർ സെൽഫ്. CA കോഴ്സിന് വേണ്ടതും അതാണ്. എന്ത് അക്കാഡമിയിൽ പോയി എന്തൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്താലും നമ്മൾ സ്വയമായി പഠിച്ചെടുത്ത് നമ്മൾ ചെയ്യുന്നതാണ് 80% ഓഫ് ദി ഔട്ട്പുട്ട്. റിമൈനിങ് 20% ഓർ 30% ആണ് അക്കാഡമി നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മളെ റൗണ്ടഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആക്കുന്നത്. സോ വാട്ട് ദി അക്കാഡമി വിൽ ടീച്ച് യു ഇസ് ഹൗ ടു പ്രിപ്പയർ, ഹൗ ടു അഡാപ്റ്റ് ടു എ ക്വസ്റ്റ്യൻ പേപ്പർ. പക്ഷേ നമ്മുടെ ഫൗണ്ടേഷൻ നമ്മൾ തന്നെയാണ് അത് ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. അക്കാഡമി വിൽ ഓൺലി മേക്ക് യു ഫ്രം എ 60 to 70 to 100%. അതാണ് നമ്മൾ അക്കാഡമി നമ്മൾ ചെയ്യുന്നത്. സോ SR വാസ് ബിൽഡ് ദാറ്റ് വേ. അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണവും അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് കാരണവും അദ്ദേഹം വന്ന് ഒന്നും വ്യക്തമായിട്ട് ഫുള്ളായി പറയില്ല. ഹി എക്സ്പെക്ട്സ് യു ടു ഡു ദ റിസർച്ച്. അന്നത്തെ റിസർച്ച് പറഞ്ഞാൽ ബുക്ക് വായിക്കാതെ വേറെ റിസർച്ച് ഇല്ല, നെറ്റിലില്ലോ. സോ ബുക്ക് വായിക്കണം. അങ്ങനെയാണ് ഈ ഇന്നും ഞാൻ എൻ്റെ SNR ട്രസ്റ്റിലും റെഡി റെക്കണറും ഇൻകം ടാക്സ് ആക്ടും ഹാർഡ് കോപ്പിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എനിക്ക് ആ ഹാർഡ് കോപ്പി വായിക്കുന്ന സുഖം എനിക്ക് വന്ന് ഗൂഗിളിൽ കിട്ടുന്നില്ല. ഓക്കെ, that is the I will be very honest with you. Okay, so ഇത് from childhood you are a voracious reader. I am still a voracious reader. നല്ലോണം റീഡ് ചെയ്യുന്ന ഒരാളാണ്. സോ എനിക്ക് അത് എസ് രാമചന്ദ്രൻ സാറിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് ആ ഒരു ഇത്. ആൻഡ് ആ ലൈഫ് ലോങ് അഫിനിറ്റി ടു SR that you, I am sure you also have to Gerard sir. Okay, is the bond of articleship. Yes. Is the beauty of the CA course. ആ ആർട്ടിക്കിൾഷിപ്പും അതിൽ ഫോം ആകുന്ന ആ റിലേഷൻഷിപ്പും ആ ഡൗട്ട് വരുമ്പോൾ നമ്മൾ ഇന്നും ഇൻകം ടാക്സിൽ ഡൗട്ട് വരുമ്പോൾ ഞാൻ വിളിക്കുന്ന ആദ്യത്തെ വ്യക്തിയും ഓൺലി വ്യക്തിയും അദ്ദേഹമാണ്. അത് ഒരു ആംഗിൾ ഒന്ന് അറിയാൻ ഒരു വെറൈറ്റി ആംഗിൾ. ആൻഡ് ദെൻ 2007 ഞാൻ പാസ് ഔട്ട് ആയ എൻ്റെ ഫസ്റ്റ് ജോബ് EY-ലായിരുന്നു. 2 years I was with EY എക്സ്റ്റേണൽ ഓഡിറ്റ്. EY എക്സ്റ്റേണൽ ഓഡിറ്റിലെ പാർട്ട്നേഴ്സോട് ഞാൻ ഡീൽ ചെയ്യുമ്പോൾ ആണ് ഞാൻ മനസ്സിലാക്കിയത്, ഇദ്ദേഹം ഇഫ് യു ആർ നോട്ട് ചൂസൺ പ്രാക്ടീസ് ആസ് ഹിസ് കരിയർ ആൻഡ് ബിഗ് ഫോറിലെങ്ങാനും പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നേരം കൊണ്ട് മൂപ്പര് അറ്റ്ലീസ്റ്റ് ഒരു മിഡിൽ ഈസ്റ്റ് EMEA ലീഡർ ലെവലിൽ ഡെഫിനറ്റ് ആയിട്ട് പോയിട്ട് അതിന് മുകളിലേ പോയിട്ടുണ്ടാവുന്നത്. അതിന് താഴെ ആകണം. ആ തിങ്കിങ്ങും ഇതും എല്ലാം carbon copy. On the positive side, we are happy that he is here. What he has given to the molding people. Ipo etra students I am so proud of what he has done. So ഈ ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്ന പാർട്ട് ഓഫ് ദിസ് ജേർണി നിറയെ സ്റ്റുഡൻസ് വന്ന് ഇത് കമ്പർസമായിട്ടാണ് അവർ നോക്കുന്നത്. അതിൻ്റെ റീസൺസ് എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മളും ആ ജേർണി പാസ് ഔട്ട് ആയതാണ്. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ലേണിങ്സ് ആണ് ദാറ്റ് മേക്സ് യു a 360-degree rounded professional. ആ ലൈഫ് ലോങ് ലേണിങ്സ് നമ്മൾ ആർട്ടിക്കിൾഷിപ്പ് മാക്സിമം യൂസ് ചെയ്യും. ആൻഡ് മറ്റേ ഏത് പ്രൊഫഷനും ഇല്ലാത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈവൻ ഒരു ഡോക്ടർ അവരാകെ ഹൗസ് സർജൻസി ചെയ്യുന്നത് 1 വർഷമാണ് അവർ ചെയ്യുന്നത്. നമ്മളുടെ കാട്ടിലും കോൺസിക്വൻസ് ഉണ്ടാവുന്ന ഒരു പ്രൊഫഷനാണ് ഡോക്ടറുടെ. പക്ഷെ ഒരു CA ആവണമെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ ഹൗസ് സർജൻസി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ആൻഡ് ഐ തിങ്ക് ഈ പ്രൊഫഷൻ ഇപ്പോഴും റെലവെന്റ് ആയിരിക്കാനുള്ള പ്രധാന കാരണം ആ ആർട്ടിക്കിൾഷിപ്പ് തന്നെയാണ്. അതല്ലാണ്ട് മറ്റൊന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. കാരണം ഇറ്റ് ഗിവ്സ് യു എ ഫൗണ്ടേഷൻ. ഇറ്റ് ഓൾസോ ഗിവ്സ് യു എ പ്ലാറ്റ്ഫോം ടു ഫെയിൽ. അവിടെ നമ്മൾ തെറ്റ് ചെയ്താലും നമ്മൾ വന്നിട്ട് അവർ ചീത്ത പറഞ്ഞാലും അതെല്ലാം ആ ചീത്ത എല്ലാം നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഇതായിരിക്കുന്ന, അല്ലാതെ ഇറ്റ് പ്രൊവൈഡ്സ് എ വെരി സേഫ് എൻവയറമെന്റ് ടു ഫെയിൽ. ഇതേ നമ്മളൊരു ജോലി എടുത്തിട്ട് നമ്മൾ ഫെയിൽ ചെയ്യുമ്പോൾ the consequences is larger അല്ലേ. ആർട്ടിക്കിൾഷിപ്പിൽ ഇപ്പൊ എനിക്ക് നല്ല ഇന്നും ഓർമ്മയുണ്ട്, ഒരു റെസൊല്യൂഷൻ അടിക്കാൻ പറഞ്ഞപ്പോൾ കമ്പനിക്ക് റെസൊല്യൂഷൻ അടിച്ചത് ഞാൻ പാർട്ട്ണർഷിപ്പിന് റെസൊല്യൂഷൻ അടിച്ചാൽ മതിയാണ് അടിച്ചത്. അപ്പോഴാണ് പറഞ്ഞത് അങ്ങനെയല്ല അടിക്കേണ്ടത്, കമ്പനിക്ക് വേറെ രീതിയിലാണ് അടിക്കേണ്ടത്. നമുക്കറിയില്ലല്ലോ, പക്ഷെ ആ ലേണിംഗ് ആണ് നമുക്ക് വന്നിട്ട് അപ്പൊ ഇതെങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് ഓപ്പർച്യൂണിറ്റീസ് തരുന്നതാണ്. സോ the thing that is the most fundamental thing that provides the എന്താ പറയുക ഒരു ഡിസ്റ്റിങ്ക്ട് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ്ക്ട് ഡിഫറൻസിയേഷൻ ഫാക്ടർ ഈ ആർട്ടിക്കിൾഷിപ്പ്. ശേഷാദ്രി, one thing I wanted to discuss before we move on to your professional journey. Yes. എനിക്ക് നന്നായിട്ട് അറിയാം, നമുക്ക് അന്നേ ഉറപ്പുണ്ടായിരുന്നു, ഇപ്പോഴും നന്നായിട്ട് അറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊഫഷണലി യു വിൽ ഡെഫിനറ്റ്ലി ഷൈൻ എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു.
ശേഷാദ്രി മാത്രമല്ല, പാലക്കാടിൽ തന്നെ പഠിച്ച ഒരുപാട് ആളുകൾ, അതായത് അവരുടെ ബേസിക് എഡ്യൂക്കേഷനും CA എഡ്യൂക്കേഷനും ആർട്ടിക്കൽഷിപ്പ് ഉൾപ്പെടെ പാലക്കാടിൽ ചെയ്ത ഒരുപാട് ആൾക്കാർ വേൾഡ് ഓവർ ഇപ്പൊ വളരെ നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് സ്റ്റുഡൻസ് ഹാവ് ദിസ് തോട്ട്, ഓക്കെ, ദാറ്റ് പ്രോബബ്ലി ഡൂയിങ് ഇൻ എ ബിഗർ ഫേം ഓർ ഇൻ എ ബിഗർ സിറ്റി will mold them into a better chartered accountants എന്നുള്ളൊരു തോട്ട് ഉണ്ട്. I will just share what I thought about it. I have never felt it that way. Okay. In fact, നമ്മൾ ഇവിടെ പഠിച്ചതിന്റെ ഒരു ഗുണം, കാരണം നമ്മൾ ഡിഫറെന്റ് കോൺഫറൻസസിലും കാര്യങ്ങളിലൊക്കെ പല CA-കളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലോ അക്കാഡമിക് ഡെപ്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ കോൺഫിഡൻസിന്റെ കാര്യത്തിലോ ഐ തിങ്ക് നമ്മൾ ഒരു രീതിയിലും പുറകോട്ടല്ല എന്നാണ് എന്റെ വിശ്വാസം. ആൻഡ് ഈവൻ ഇൻ ഓൾ ദ ക്യാമ്പസ് ഇന്റർവ്യൂസ് ദാറ്റ് ആർ ഹാപ്പനിങ്, ഇവിടുന്ന് മോൾഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും സിറ്റീസിൽ മോൾഡ് ആയിട്ട് വരുന്ന ആളുകൾ വരുന്നേക്കാട്ടിലും നല്ല പെർഫോമൻസ് ക്യാമ്പസ് ഇന്റർവ്യൂസിൽ കാണുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. സോ ഐ തിങ്ക് ഡൂയിങ് ഇൻ എ റൂറൽ ഏരിയ ഓർ എ സെമി അർബൻ ഏരിയ, പ്രോബ്ലി പാലക്കാട് ഇസ് എ സെമി അർബൻ ഏരിയ, maybe the number of zeros in the balance sheet will be lesser. But nevertheless, the exposure that you get will be fantastic is what I feel. What is your take on that? So, I fully agree. അതായത് ഞാനത് ആർട്ടിക്കൽഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു തോട്ട് ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് എടുത്താലോ, അന്ന് പെപ്സി ITC ഒക്കെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് തരും, 18 months we can do ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ചെയ്യാമോ എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ അന്നും അതിന് രണ്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന് വന്നിട്ട് നമുക്ക് ഈ ഫ്ലെക്സിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ലീവ്, ഒരു കോർപ്പറേറ്റിൽ പോയി കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ചെയ്യാൻ പറ്റും. അതെ, പക്ഷെ CA ഫൈനലിന് മുന്നേ ആണല്ലോ, അതുകൊണ്ട് നമുക്ക് ആ ലീവ് ഫൈനലിൽ കിട്ടാനുള്ള ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ആൻഡ് രണ്ടാമത് എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഇത് എങ്ങനെ എടുക്കും, അതായത് അദ്ദേഹത്തിന് വിട്ടുപോവാണെന്നുള്ള രീതിയിൽ അദ്ദേഹം എടുക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ട് ഞാനത് ആക്ച്വലി പെർസ്യൂ ചെയ്തില്ല. ഓക്കെ, ഞാൻ എൻ്റെ ഫുൾ സ്കൂളിംഗ് ആയാലും ശരി, CA ആയാലും ശരി, ഫുള്ളായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് ചെയ്തത്. എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് ഞാൻ പാസ്സാവുന്ന സമയത്ത്, അതായത് 2006 കാലഘട്ടത്തിൽ ഒരു ചെറിയ ഒരു ഡിഫറൻസ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, നമുക്ക് മേ ബി ഒരു ഈ ഫിനേസ് ഉണ്ടാവില്ല, അതായത് നമ്മുടെ ഒരു റിഫൈൻമെന്റ് എന്ന് പറയില്ലേ നമ്മൾ, അതായത് ഒരു റൗണ്ട്, അത് മേ ബി ഒരു ചെറിയ ഷാർപ്പ് എഡ്ജസ് അവിടെയും ഇവിടെയൊക്കെ എനിക്കുണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് എൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇംഗ്ലീഷിൽ ഞാൻ ഫ്ലുവൻ്റ് ആയിരുന്നെങ്കിലും എനിക്കൊരു മനസ്സിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു, നമ്മൾ സംസാരിക്കുന്നത് തെറ്റാവുമോ എന്നുള്ളൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഒരു ഇതൊഴികെ എനിക്ക് വന്നിട്ട്, പക്ഷെ ഞാൻ വന്നിട്ട് GMCS ചെയ്തത് കോയമ്പത്തൂരിലാണ്. ഇൻ GMCS I was one of the stand out performers. സോ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ചെന്നൈയിലാണ് ക്യാമ്പസ് അറ്റൻഡ് ചെയ്തത്. ഓക്കെ, അവിടെയും I was placed on the first day. സോ അപ്പോൾ ഒരു കോൺഫിഡൻസ് തോന്നുന്നു, നമ്മൾ ചെറിയ ടൗൺ ആണോ വലിയ ടൗൺ ആണോ എന്നല്ല, നമുക്ക് എന്തറിയാം, അത് എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ബിക്കോസ് I was able to crack GD with TCS, with EY, രണ്ടിലും ഞാൻ GD ക്രാക്ക് ചെയ്തു. സോ GD is all communication. സോ എനിക്കത് കിട്ടി. പക്ഷെ സ്റ്റിൽ ഓവർ ടൈം ചെറിയ റഫ് അഡ്ജസ്റ്റ് ഉണ്ടായിരുന്നു. അത് കോർപ്പറേറ്റിൽ പോയപ്പോഴാണ് അത് ഫൈൻ ആയത്. അതിനുള്ള മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒന്നിനെയും വന്നിട്ട് പേടിക്കാൻ പാടില്ല. That is one thing that I have learned. നമ്മൾ വന്നിട്ട് we shouldn't feel scared of something. സോ ഇംഗ്ലീഷിനെ കുറിച്ചിട്ട് ഞാൻ ഇന്നും എല്ലാവരോടും പറയുന്നത്, ഇപ്പോൾ നിറയെ പേർക്ക് ഇംഗ്ലീഷ് ഒരു ചെറിയ പ്രശ്നമാണ്. അത് കാരണം അവർ അത് യൂസ് ചെയ്യാത്തതുകൊണ്ടും പേടി കൊണ്ടും. സോ ഞാൻ അവരോട് എന്ത് പറയുന്നത് പറഞ്ഞാൽ, പേടി പാടില്ല. You talk slower. When you talk slower, you get more time to construct your thoughts and we can think and talk. അവസരപ്പെടേണ്ട കാര്യമൊന്നുമില്ലേ. So it's something that I have learned. And then EY-ൽ ഞാനാണ് ഫസ്റ്റ്, as I said, EY ആണ് ഫസ്റ്റ് ജോബ്. സോ EY-ൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ നമ്മുടെ ഈ പ്യുവർ ഓഡിറ്റ് ആയിരുന്നു നമ്മൾ വീക്ക്. അതായത് നമ്മൾ ഈ ഫിക്സഡ് അസറ്റ് വെരിഫിക്കേഷനോ സ്റ്റോക്ക് വെരിഫിക്കേഷനോ അതൊന്നും നമ്മൾ വന്നിട്ട് ഒരിക്കലും ഡോക്യുമെന്റേഷൻ, റിസ്ക് കൺട്രോൾ, ഇതൊന്നും നമ്മൾ ഇല്ല. പക്ഷേ ടാക്സിലായാലും ശരി, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിലായാലും ശരി, നമ്മളെ കടത്തിവിട്ടാൻ അവർക്ക് ഒരു കുട്ടനും. ഓക്കെ, സോ ആക്ച്വലി എന്റെ ബോസസ് ഒക്കെ പറഞ്ഞത്, ബിക്കോസ് ഓഫ് യുവർ കമ്പനി ലോ നോളജ്, because of your taxation knowledge, നീ ഇത് പഠിക്കും, നീ ഇത് ഈസിയാണ്, ഈ സ്കിൽ ഇസ് ഈസി ടു ട്രെയിൻ. ഓക്കെ, സോ നമ്മൾ വന്നിട്ട് എല്ലാത്തിനെയും വന്നിട്ട് നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റിയെ കാണണം. ആൻഡ് ദെൻ വി വിൽ ഒബ്വിയസ്ലി ഓവർ ടൈം വി വിൽ ബിക്കം റൗണ്ടഡ് പീപ്പിൾ. അതിനുള്ള ഫൗണ്ടേഷൻ ആർട്ടിക്കൽഷിപ്പ് എന്ന കോഴ്സ് ഗിവ്സ് യു. അത് ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. അക്കൗണ്ട്സ് ആൻഡ് ഇതിൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. ആർട്ടിക്കൽഷിപ്പിൽ നമ്മൾ സ്ലോഗ് ചെയ്യാൻ തയ്യാറായ മൈൻഡ് സെറ്റിൽ നിന്നാൽ തന്നെ എനിക്ക് തോന്നുന്നത്
our foundation is set. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ചീത്ത കിട്ടും. അതായത് എൻ്റെ ഒരു ഞാൻ എല്ലാവരോടും പറയും, തെറ്റ് ചെയ്യാത്ത മനുഷ്യനില്ല. ഓക്കെ, ഞാനും തെറ്റ് ചെയ്യും. ഇന്നത്തെ തീയതിയിലും എനിക്കും തെറ്റ് വരും. തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ പണിയെടുക്കാതിരിക്കണം. അത് മാത്രമേ ഒരു ഇതുള്ളൂ. അപ്പൊ പണിയെടുക്കുന്ന എല്ലാത്തിനും തെറ്റ് പറ്റും. ഈ തെറ്റെന്ന് നമ്മൾ എങ്ങനെ നമ്മൾ പഠിച്ച് മുന്നേറുന്നു, ആർട്ടിഫിഷ്യലാണ് നമ്മൾ അത് ഫസ്റ്റ് പഠിക്കുക. ഓക്കെ, ഒരു പാലക്കാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ മുടിവെട്ടി പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കറക്റ്റ്, അതാണത്. നമ്മൾ ഈ മാനുവൽ ബുക്സ് ഒന്നും ഇവരെ ആരും കണ്ടിട്ടില്ലല്ലോ. ട്രയൽ ബാലൻസ് കൈകൊണ്ട് എഴുതണ്ടേ, അതൊന്നും ആരും കണ്ടിട്ടില്ല. അതെല്ലാം തെറ്റ് വരില്ലേ? ഒരു വ്യത്യാസം നമ്മൾ 3 ദിവസം 1 രൂപ കണ്ടുപിടിക്കാൻ എടുക്കും. അതൊന്നും തരുന്ന ഒരു ഫൗണ്ടേഷൻ വേറല്ല. പറയുമ്പോ തന്നെ അതിന്റെ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ, സന്തോഷമല്ലേ? ഈ 10 പൈസ 1 രൂപയൊക്കെ നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് വിടാതെ തപ്പി കണ്ടുപിടിക്കും ആ ബുക്കില്. അതും ഈ ക്ലയന്റിന്റെ അക്കൗണ്ടന്റുമാരുടെ ഹാൻഡ് റൈറ്റിംഗ് പോലും നമുക്ക് മനസ്സിലാവില്ല. അത് മലയാളത്തിലായിരിക്കും. എനിക്ക് മലയാളം വായിക്കാനും നമ്മൾ പഠിച്ച സ്കൂളിൽ ഇല്ലല്ലോ. നമുക്ക് അത്രയും ബുദ്ധിമുട്ടാണത്. അതൊന്നും ആ തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യനില്ല. തെറ്റെന്ന് നമ്മൾ എങ്ങനെ പഠിച്ചു വരുന്നു എന്നുള്ളത്, അതാണ് അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. സോ ഡെഫിനറ്റ്ലി ഐ തിങ്ക് ദ ബിഗസ്റ്റ് ടേക്ക് അവേ ഹിയർ ഇസ്, ഞാനിപ്പോൾ ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ സംസാരിക്കുന്ന ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ എന്താ വെച്ചാൽ, നിങ്ങൾ ഏത് ടൗണിലാണ്, നിങ്ങൾ സിറ്റിയിലായിക്കോട്ടെ, ടൗണിലായിക്കോട്ടെ, മെട്രോയിലായിക്കോട്ടെ, ഇറ്റ് റിയലി ഡസൻറ്റ് മാറ്റർ. ഹൗ യു യൂട്ടിലൈസ് യുവർ ടൈം, ഹൗ യു മോൾഡ് യുവർ സെൽഫ്, ഹൗ യു ബിൽഡ് യുവർ സെൽഫ് ഈസ് വാട്ട് റിയലി matters. Skill sets matter. Your geography doesn't matter. Yes, exactly. Skill sets നിങ്ങൾ എവിടെ നിന്ന് അക്വയർ ചെയ്യുന്നു, എത്രയ്ക്ക് നിങ്ങളുടെ ഫണ്ടമെന്റൽ നിങ്ങൾ സ്ട്രോങ് ആകുന്നു, അത് even in a small town it is 200% possible. Absolutely. And in fact അതിൽ എനിക്ക് ഒരു if I have to be very realistically analyzing this, എനിക്ക് ഈ സ്മോൾ ടൗണും ബിഗ് ടൗൺ അല്ലെങ്കിൽ സിറ്റീസും തമ്മിൽ ഞാൻ ആകെ കണ്ടിരിക്കുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് the level of ambition ആണ്. Correct. Okay. The people in small town are more content. The people in big towns or the cities are usually more ambitious. Correct. In the initial time. Correct. Okay. Correct. But once we move to bigger cities based on profession, usually we become more ambitious than them. Correct. ഈ ambition കൊണ്ടുവരുന്നത് വന്നിട്ട് സത്യം പറഞ്ഞാൽ ഈ സിറ്റീസിന് എന്തോ ഒരു പവർ ഉണ്ട്. ആൻഡ് സമാധാനവും കണ്ടന്റും കൊണ്ടുവരുന്നത് ഈ സ്മോൾ ടൗൺസ്. That's something which is a അതിന് ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് I'll give an anecdote. Okay. I have worked in the Middle East for around 10 years, അറിയാലോ. സോ ഈ മിഡിൽ ഈസ്റ്റിൽ കുറേ പാലസ്റ്റീനിയൻസ് ഉണ്ട്. ബിക്കോസ് അഭ്യർത്ഥികളാണ്, അവർക്കൊന്നും വിസയൊന്നുമില്ല. വിസയുണ്ട്, പാസ്പോർട്ടൊന്നുമില്ല. അതിൽ മിക്കവാറും ആൾക്കാർ എന്താണെന്നറിയോ, ദേ ആർ ഓൾ വെരി ഗുഡ്, വെരി സ്മാർട്ട്, വെരി ഡ്രൈവിംഗ്, അംബീഷ്യസ്. റീസൺ എന്താണെന്നറിയോ, അവർക്ക് അവരുടെ റൂട്ട്സിലായിട്ട് ടൈ ഇല്ല. സോ ദേ ആർ എവറിത്തിങ്. അവർ എന്ത് നേടണമെങ്കിലും അവർ ഫൈറ്റ് ചെയ്തിട്ടേ നേടാൻ പറ്റുള്ളൂ. സെയിം ഇസ് ടു ലാർജർ സിറ്റീസ്. നിങ്ങൾ ഇപ്പോൾ ആലോചിച്ച് നോക്കും. സോ മുംബൈത്തെ സബർബൻ ട്രെയിൻ നമുക്കറിയാലോ, അത് ട്രാവൽ ചെയ്തിട്ടാണ് അവർ പലതും നേടുന്നത്. അതും ഒരു സൈഡ് ഓഫ് ദ സിറ്റിയിലായിരിക്കും കോച്ചിങ് ക്ലാസ്, മറ്റൊരു സൈഡ് ഓഫ് ദ സിറ്റിയിലായിരിക്കും അവരുടെ ഓഫീസോ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ക്ലയന്റ് ലൊക്കേഷനൊക്കെ. സോ അവർ എല്ലാമേ ആ ഡ്രൈവിൽ വരുന്നതുകൊണ്ടാണ് അവർക്ക് ഈ എല്ലാ സംഭവം വരുന്നത്, ആംബിഷൻ വരുന്നത്. ദെൻ അനദർ ഇൻട്രസ്റ്റിംഗ്, എൻ്റെ ആംബിഷൻ നോക്കിയാൽ തന്നെ, ഞാനത് എൻ്റെ വൈഫിനോട് തമാശയായി പറയും. ഒരു 30-32 വയസ്സിലൊക്കെ എനിക്ക് പറയും, ഒരു കൈ വെട്ടിയാൽ, അതായത് ഇഫ് ഐ ലൂസ് മൈ ലെഫ്റ്റ് ഹാൻഡ് ബട്ട് ഐ വിൽ ബിക്കം എ CFO എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഒരു കാലത്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. ബിക്കോസ് അത്രയും ആംബിഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഓവർ ടൈം ഐ ഹാവ് റിയലൈസ്ഡ് ദാറ്റ് ദ കണ്ടന്റ്മെന്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. സോ ഞാനിപ്പോൾ ആക്ച്വലി കുറച്ചുകൂടി റിലാക്സ്ഡ് ആണ്. ഇപ്പോൾ എൻ്റെ പ്രൊഫഷണൽ ജേർണി നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ചില കൊലീഗ്സ് ഒക്കെ are thinking that why is Seshadri taken a back step? Yes. Why is he not in the US? Why is he not in the Middle East and making millions of dollars and being face of a listed company? And you had the potential. I had the opportunity. You had the potential. You had the opportunity. I was on the path also. But എന്താ പറയാന്ന് പറഞ്ഞാൽ over time your priorities change. Then അച്ഛനമ്മ ഇവിടെയാണ്. So അതൊരു the routes to Palakkad. Those are very important. Very important things. So ഞാൻ എന്ത് ചെയ്തു, even though they feel that that I have probably not achieved as much as what I should have achieved, I am very happy with one life. Let's be happy. Let's be happy. Yes. Let's be happy. It's not only about money, right? Because ഈ contentment പറഞ്ഞപ്പോഴാണ് എനിക്ക് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്കത് തോന്നിയത്. ഞാൻ പാലക്കാട് തന്നെ മുഴുവൻ ഇരുന്ന, നിങ്ങൾ പോയിട്ടേ ഇല്ല. എനിക്ക് ഇവിടെ ഉള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് എന്താണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്, നമുക്കുള്ള ഒരു കണ്ടന്റ് ആയിട്ടുള്ള, ഐ എം വെരി ambitious person. Being in Palakkad, I am ambitious. No doubt about it. But at the same time, whatever is available, I am actually very content.
and actually that reflects on me, on Your my face. face Your itself, face, that I'm very happy. very I'm proud of whatever we are doing. 200%. Okay, it's not, definitely it is not about the bank balance at all. Absolutely Okay, not. that is like kind of a അത് byproduct. ഇൻസിഡന്റിലാണ്. ഇൻസിഡന്റലാണ്. അത് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും കാര്യങ്ങളിലും നമ്മൾ ambitious ആയിരിക്കണം, പക്ഷെ കണ്ടന്റും കൂടി ആയിക്കഴിഞ്ഞാൽ സംഗതി ഉഷാറായി. Now, you stepped into your profession. You have already mentioned. We have touched upon most of these things. Now, right now, you are a CFO of a trust, okay, which is involved in hospital and schools and colleges. Akka ullore trust in the CFO ana in Coimbatore, which is I would say one of the fastest growing cities in India nu vaanengil namukku parayan pattunna oru sthalamana. And this institution, I know personally that അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇന്റർവെൻഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ലാൻഡ്മാർക്കാണ് ആ ശ്രീരാമകൃഷ്ണ എന്നൊക്കെ പറയുന്നത്. Now, what I want to ask is, the profession, not just our profession, the entire world is going through a disruption. Everybody knows about it. Everybody are talking about it. But I personally feel that not everyone has a clarity of where it is going to go. Most people keep telling that, okay, jobs are going to vanish, and some people come and tell that, no, jobs are not going to vanish. Unskilled people will lose their jobs, but people who are skilled, they are going to get more opportunities, which is more likely. Now, what I want is people who are doing CA, CMA, A.C.A. പോലുള്ള കോഴ്സുകൾ കോമേഴ്സിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട മെസ്സേജാണ്. 2 years, 3 years from now, they are all going to be step into the profession. After they step into the profession, they have another 25-30 years in the career മുമ്പിലുണ്ട്. What do you want to communicate to them about in this disruptive ആയിട്ടുള്ള ഒരു environment? ഫസ്റ്റ് എൻ്റെ ജേർണി ഒരു ബ്രീഫായിട്ട് പറയാം. എൻ്റെ ജേർണി തന്നെ ഫോർ സർട്ടൻ പീപ്പിൾ വുഡ് ബി ഓഫ് യൂസ്. കാരണം ഞാൻ പാസ് ഔട്ടായിട്ട് ഒരു 2 years എക്സ്റ്റേണൽ ഓഡിറ്റും ഒരു 4 years ഇന്റേണൽ ഓഡിറ്റുമാണ് ചെയ്തത്. സോ 6 years ഓഫ് ഓഡിറ്റ് ചെയ്തിട്ടാണ് ഈ 6 years ഓഡിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജുവിന് അറിയാവുന്ന പരിപൂർണ്ണ ആൾക്കാർ ഒന്നില്ലെങ്കിൽ ഓഡിറ്റ് തന്നെ ആയിരിക്കും. അതിൽ നിന്ന് അവർ ഒരിക്കലും ഫിനാൻസിലേക്ക് ഒരിക്കലും വരില്ല. ഓക്കെ, വേറാസ് എനിക്ക് എപ്പോഴും എൻ്റെ കോൾ വാസ് ഫിനാൻസ്. പക്ഷേ എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് ഓഡിറ്റിലായതുകൊണ്ട് ഞാൻ ഓഡിറ്റ് ചെയ്തത് മാത്രം. ഓക്കെ, സോ ഈവൻ ടു പീപ്പിൾ ഹു തിങ്ക് ഓഡിറ്റ് ചെയ്താൽ ഓഡിറ്റ് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയില്ല. യു ക്യാൻ ആഫ്റ്റർ 6 years ഓഫ് ക്വാളിഫിക്കേഷൻ I pivoted into finance, and അവിടെ നിന്ന് പിന്നെ എല്ലാം എൻ്റെ ജേർണി വാസ് ഫിനാൻസ് ഓൾറൈറ്റ്. സോ ഇറ്റ് ഈസ് പോസിബിൾ. സോ അതിലൊന്നും ഒരു ഡൗട്ടും ആർക്കും വേണ്ട. ആസ് ഐ സെഡ്, ഫണ്ടമെന്റലി ഇറ്റ്സ് ദ സെയിം. You can pivot easily. You just need to have that courage to take guts to take the risk. Guts to take the risk. In fact, I would actually say it is not a big risk also. നമ്മളിത് എടുക്കുന്നവരെ ഉള്ള ബുദ്ധിമുട്ട്. എടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഡിഫറെന്റ് കളർ അത്രേ ഉള്ളൂ. സോ അതുകൊണ്ട് അത് ഒരിക്കലും സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഈവൻ സം സ്റ്റുഡൻസ് ചോദിക്കും എന്നോട്, ലൈക്ക് ഓഡിറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെ അക്കൗണ്ട്സ്. ഇറ്റ്സ് ഓൾ കോമൺ ഓൾറെഡി. എല്ലാം ഫണ്ടമെന്റലി ഒന്നല്ല. ഡെബിറ്റ് ക്രെഡിറ്റ് മാറാൻ പോകുന്നില്ല. ഓഡിറ്റ് ആയാലും ശരി, നിങ്ങൾ അക്കൗണ്ട് ആയാലും ശരി, അത് മാറാൻ പോകുന്നില്ല ഓൾറെഡി. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ വാണ്ട് ടു സേ. രണ്ടാമത് എന്താന്ന് പറഞ്ഞാൽ, ഓൾ ഓഫ് us ഹാവ് ഷോർട്ട് മെമ്മറീസ്. അതെന്തുകൊണ്ടാണ് ഞാൻ പറയാം, എന്താണ് ഡിസ്റപ്ഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്. സോ ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഈ മഴ കണ്ടാൽ നമുക്ക് ഇപ്പോൾ വി ഫീൽ, ഇപ്പം നല്ല മഴയാണ് പുറത്ത്, വി ഫീൽ എ ബിറ്റിൽ പുറത്ത് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ മഴയത്ത് നമ്മൾ കളിക്കും. പിന്നെ റെയിൻകോട്ട് ഇട്ട് കളിക്കും. ഇത് ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാണ്ട് കളിക്കും. ചളിയിൽ കളിക്കും അല്ലേ? ഓക്കെ, അത് നമ്മൾ മറന്നു ഇല്ലേ? ഇപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മൾ കളിക്കാൻ വിടുന്നില്ല. ഓക്കെ, അത് പ്രൊട്ടക്റ്റിനിസം ആണോ, ലവ് ആൻഡ് അഫെക്ഷൻ ആണോ, ഞാൻ അതൊക്കെയൊന്നും ഞാൻ പോകുന്നത്. പക്ഷേ റിയാലിറ്റി ഇതാണ്. രാജീവിന് പറയും രാജീവ് അച്ഛനാണ്, ഞാൻ അച്ഛനാണ്, നമ്മൾ ചെയ്യുന്നില്ല. കറക്റ്റ് അല്ലേ? സോ ഇത് നമ്മൾ മറക്കുന്നു. സോ ഇതേമാതിരത്തുള്ള ഡിസ്റപ്ഷൻസ് പലപ്പോഴുമായിട്ട് നമ്മൾ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഈ ജനറേഷൻസിൽ തന്നെ. ലൈക്ക് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ചെയ്തപ്പോഴും ഇത് തന്നെയാണ് ആൾക്കാർ പറഞ്ഞ, പണി പോകും, മെഷീൻ വരും, പണി പോകും. മെഷീൻ വന്നു, പണി പോയോ? പോയില്ല, പണി കൂടി. പിന്നെ നമ്മൾ കേരളക്കാർക്കൊക്കെ അറിയാം, 80s 90s കമ്പ്യൂട്ടറൈസേഷനെതിരെ എത്ര സമരങ്ങളും ചെയ്ത നാടാണ് നമ്മുടെ കേരളം. ഇന്നലെ വാട്സാപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു, ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല, അത് സത്യമാണോന്ന് പറഞ്ഞിട്ട്. RBI വന്ന് സെയിം ഡേ ക്രെഡിറ്റ് ഫോർ ചെക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. 4 hours ക്രെഡിറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ആലോചിച്ച് നോക്കൂ, എന്തൊക്കെയാണ് ടെക്നോളജി കാരണം നമുക്ക് പോസിബിലിറ്റി ആയത്. മാസക്കണക്ക്, ആഴ്ചക്കണക്ക് ചെക്ക് ഇപ്പൊ same day, 3 days, 4 days മാറി. ഇപ്പോ if it is a single, it will be very convenient. NEFT, RTGS.
So every disruption, in my view, will only provide an opportunity. Okay. ഈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനുള്ള സ്കില്ലിംഗ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. വി ഷുഡ് ബി എ ലൈഫ് ലോങ് ലേണർ. സി എ പാസ്സായതോടെ പഠിത്തം ഫിനിഷ് ആവുന്നില്ല. എവറി ജോബ്, എവറി റോൾ ദാറ്റ് യു പെർഫോം വിൽ നീഡ് ലേണിംഗ്. ഇപ്പം ഇന്ന് തന്നെ നമ്മൾ SR അടുത്തോ അല്ല ജയരാജ് സാർ അടുത്തോ പോയിട്ട് നമ്മൾ ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ബുക്ക് എടുത്ത് നോക്കുന്നില്ലേ? അവർക്ക് അറിയാത്ത ആക്ട് ആണോ? അവർക്ക് അറിയാത്ത ഇൻകം ടാക്സ് അല്ല, പക്ഷെ എന്നാലും അവർ ബുക്ക് എടുത്ത് നോക്കുന്നുള്ള ആ സ്കൂൾ ബോയ് മൈൻഡ് സെറ്റ് എന്ന് പറയില്ലേ, സ്റ്റുഡന്റ് മൈൻഡ് സെറ്റ്, അത് വേണം. അത് ഉണ്ടെങ്കിൽ ഈ ഡിസ്റപ്ഷൻ എന്നല്ല, ഇതിന് ശേഷം വരുന്ന അടുത്ത ഡിസ്റപ്ഷൻസ് എല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊന്നും പാസ്സാവുമ്പോൾ നമുക്ക് ഇമെയിൽ ഇല്ല, വാട്സാപ്പ് ഇല്ല, നമ്മളെല്ലാം പഠിച്ചില്ലേ? ഇപ്പൊ വാട്സാപ്പ് ഇല്ലാതെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ അതിന് നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് ഞാനിപ്പോൾ 200% ഞാൻ ക്ലൗഡിലാണ്. ഞാൻ വൺ ഡ്രൈവ് കട്ട് ചെയ്താൽ ശേഷാദ്രി കട്ടായി. അപ്പൊ എന്താണ്, പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്ത ഡേറ്റ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫോണിൽ നിന്ന് വൺ ഡ്രൈവിന് എടുത്ത് ഞാൻ ഡേറ്റ അയച്ചു കൊടുക്കാൻ പറ്റും എനിക്ക്. വാസ് ഇറ്റ് പോസിബിൾ 5 years ബാക്ക്, 7 years ബാക്ക് ഇല്ല. സോ നമ്മൾ വന്നിട്ട് ഒന്നിനെയും പേടിക്കരുത്, എല്ലാത്തിനെയും നമ്മളൊന്ന് ഓപ്പർച്യൂണിറ്റിയെ കൺവേർട്ട് ചെയ്യുക. ആസ് ഐ സെഡ്, fundamental accounting or fundamental audit will not change. Compliance is not going to go away. Regulations are here to stay. Regulations മാറും. ലൈക്ക് ഇപ്പോൾ ഒന്ന് ചെക്ക് പോസ്റ്റ് ഇല്ല, അതിന് പകരമാണ് ഈ ഇൻവോയ്സിംഗ് വന്നിരിക്കുന്നത്. വെരി വെൽക്കം ചേഞ്ച്. ഞാൻ ഒന്നും ഞാൻ തെറ്റായിട്ടല്ല പറയുന്നത്, നല്ല ചേഞ്ച്. സോ അങ്ങനെ ചേഞ്ചസ് വരും. സോ നമ്മൾ ഇൻ മൈ വ്യൂ ഇൻ ഫ്യൂച്ചർ അക്കൗണ്ടൻസി പ്രൊഫഷൻ മാത്രമല്ല, CA മാത്രമല്ല, എല്ലാ പ്രൊഫഷനും ടെക്നോളജി എനേബിൾഡ് പ്രൊഫഷൻസ് ആയി മാറും. ആ ജേർണിയിൽ നമ്മൾ എവിടെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ടെക്നോളജിയുടെ കൂടെ ആയിരിക്കണം, എതിരെ ആയിട്ട് പ്രയോജനമില്ല. ബാങ്ക്സിന്റെ എക്സാമ്പിൾ നമ്മൾ എടുത്ത് നോക്കി അങ്ങനെ. സോ അതിനെ കുറിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. വി ഹാവ് ടു ബി ഇൻ ദ ഡ്രൈവർ സീറ്റ്. ഇപ്പൊ രാജീവ് അക്കൗണ്ടിന്റെ കാര്യം പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തത്. ഇപ്പൊ ഹോസ്പിറ്റലിൽ വലിയ ഡിസ്ട്രപ്ഷൻ എവിടെയാണ് വരുന്നതെന്ന് അറിയോ? ഇപ്പൊ AI ഹാസ് കം ഇൻ ടു ലാബ്. ഇനി അടുത്തത് AI വരാൻ പോകുന്നത് വന്നിട്ട് ഇതിലാണ്, സ്കാനിങ്ങിലാണ്, ഡയഗ്നോസ്റ്റിക്സ് എല്ലാം. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ റേഡിയോളജിസ്റ്റ് വേണമെന്നാണ്. റേഡിയോളജിസ്റ്റ് വേണം. ഇറ്റ് ഹെൽപ്സ് ദ റേഡിയോളജിസ്റ്റ്. ഇത് നോക്കാം, ഇവിടെ പ്രശ്നം ഉണ്ടോ തോന്നുന്നു. It just eliminates human errors. And actually, we have to, instead of saying it as an opportunity, I have to actually call this as an exciting opportunity. It's an exciting opportunity. എന്ത് രസമാണ് നമ്മൾ ഈ മാറ്റങ്ങളിന് തയ്യാറാവുമ്പോൾ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 10 വർഷം നമ്മുടെ വയസ്സിൽ നിന്ന് കുറയുകയാണ്. Suddenly we start feeling younger when we try to step out of our comfort zone and do it. And people who start enjoying that, they start relishing that changes. മാനുവൽ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി 2-3 മണിക്കൂറാവുള്ളൂ. പക്ഷെ അതിന്റെ ആ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ഒരു ഒരു ദിവസമോ നമുക്ക് വേണ്ടി വരും. പക്ഷെ നമ്മൾ എപ്പോഴും ആ ദിവസത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് എടുത്ത് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയെ വരെയാണ്. എൻ്റെ ടീംമേറ്റ്സ് പറയും, ഇത് ഈ കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ ആ ലെവലിലായിരിക്കും. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം, ആ ഒരു എക്സൈറ്റ്മെന്റിലായിരിക്കും. ബിക്കോസ് ആ ക്യൂരിയോസിറ്റിയാണ് ഇന്ന് എന്നെ ഒരു ഡ്രൈവ് ചെയ്ത ഒരു പ്രൊഫഷണൽ ആക്കിയിരിക്കുന്നത്. സോ നമ്മൾ ഒരിക്കലും ആ ക്യൂരിയോസിറ്റി വിട്ടു. When you were telling about that excitement, one thing I remember, probably all commerce CA CMA students is like when they give us a question, especially in accounting, അതങ്ങനെ കൊണ്ടുപോയിട്ട് അവസാനം ബാലൻസ് ഷീറ്റ് ടാലി ആക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമാണ്. ഞാനൊക്കെ എന്തോ ഈ ക്രിക്കറ്റിൽ വിക്കറ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഫുട്ബോളിൽ ഗോൾ അടിക്കുമ്പോൾ ഉള്ള സെലിബ്രേഷന്മാരൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാറുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ I am able to feel it. We no longer do that. It used to be great days. Okay, so I think our viewers would have definitely got a lot of information. First hand information, that is what is important. The world of fake information, I have to say, very difficult to endana ശരി എന്താണ് തെറ്റെന്താന്ന് 100 പ്രാവശ്യം റിസർച്ച് ചെയ്താൽ മാത്രമേ ഇപ്പൊ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ മച്ച് തിങ്സ് ആർ കമ്മിങ്. ആ സമയത്ത് ആക്ച്വലി ഗെറ്റിംഗ് ടു നോ ഫ്രം പീപ്പിൾ ഹു ഹാവ് ഡൺ ഇറ്റ് ഇൻ ദെയർ ലൈഫ്. ആൻഡ് ഐ ഹാവ് ടു ആക്ച്വലി സേ, Seshadri, a big thank you on behalf of Transparent Academy. Thank you, Rajeev, for being here and sharing your thoughts and views and your journey with our viewers and our students, future chartered accountants, future cost accountants. And I have to definitely say, you still continue to have that what I have to say, that enthusiasm
and that energy which you used to have back those in the student days. Yes. I wish you all the luck Thank for you, your Rajeev. future. Thank you. And please always be like this. Yes. Okay. And I wish all the students the very best. And may you all have good Thank you. outcomes. Thank you. Yes. Thank you.